യാ നബി യാ നബി യാ നബി തു റഹ്മ കർ യാ നബി യാ നബി യാ മൗലാ തു ഫസൽ കർ. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്ഹ് ഗാനങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പല ആളുകൾക്കും സംശയമുള്ള ഒരു സംഗതിയാണ് മദ്ഹ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഇസ്ലാമിക ഗാനങ്ങൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പല ആളുകൾക്കും സംശയമാണ്. ഒരുപാട് ആളുകൾക്ക് അറിയാം, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുകയാണ്. കാരണം ഒരു മാപ്പിളപ്പാട്ട് അയച്ചു തന്നിട്ട് ഇത് മദ്ഹ് ഗാനത്തിൽ പാടാൻ പറ്റുമോ, മദ്ഹ് ഗാനം അയച്ചു തന്നിട്ട് ഇത് മാപ്പിളപ്പാട്ടാണോ എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്താണ്, അതിൻ്റെ ഭാഷാ സാഹിത്യം എന്താണ്, അതിൻ്റെ നിയമങ്ങൾ, മറ്റു നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മദ്ഹ് ഗാനങ്ങളെ കുറിച്ചിട്ട് പറയാൻ പോവാണ്. പിന്നെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്ന ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ മദ്ഹ് ഗാനത്തിന് ഞാൻ തുടക്കത്തിൽ ഒരു 2 വരി പാടി. യാ നബി എന്ന് തുടങ്ങുന്നൊരു പാട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ത്വഹാ തങ്ങൾ എഴുതി കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ നാവൽ വന്നപ്പോൾ ആ ഒരു പാട്ട് പാടി തുടങ്ങിയെന്നുള്ളൂ. ഈ ഒരു പാട്ട് നല്ലൊരു മദ്ഹ് ഗാനമാണ്. അപ്പം മദ്ഹ് ഗാനം, അതുപോലെ മാപ്പിളപ്പാട്ട്, അതായത് കിസ്സപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, പ്രണയഗാനങ്ങൾ, ഇസ്ലാമിക ഗാനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മാപ്പിളപ്പാട്ടിൽ തന്നെ വ്യത്യസ്തമായ പല കാറ്റഗറികളുണ്ട്. അപ്പം അതിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ മദ്ഹ് എന്നുള്ളത്. മദ്ഹിന്റെ അർത്ഥം എന്നുള്ളത് പ്രകീർത്തനം എന്നുള്ളതാണ്. പ്രകീർത്തനം എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ചെയ്തു പോയ നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം മാതൃകയാക്കേണ്ട ആളാണ് മുത്തുനബി എന്നുള്ളത് വരെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പോരിശകൾ പാടി പറയുന്ന, പുകഴ്ത്തി പാടുന്ന ഒരു സംഭവമാണ് എന്ത്, മദ്ഹ് എന്നുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കളോ നമ്മുടെ ഉപ്പമാരോ ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മളിപ്പോൾ അനുസ്മരണ ഗാനങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആ അനുസ്മരണ ഗാനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ളൊരു പ്രാർത്ഥന, അവരെ അനുസ്മരിക്കുക, അവരുടെ പ്രകീർത്തനങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രകീർത്തനം എന്നുള്ളത് തന്നെയാണ് മദ്ഹ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ മരണശേഷം നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ച് പോകുക എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളെ വിഷയത്തിലേക്ക് വരാം. മുത്ത് റസൂലിനെ കുറിച്ചിട്ട് മദ്ഹ് ഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് ഗാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പാടിയ ആ ഒരു സോങ്, പിന്നെ പഴയ ഒരുപാട് മാപ്പിളപ്പാട്ടുകളിൽ ഒരുപാട് മദ്ഹ് ഗാനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദൂതരായ ത്വഹാ റസൂല്, അതുപോലെ തിരുദൂതരെ എൻ മഹമൂദരെ എന്ന് തുടങ്ങുന്ന ഒരുപാട് പാട്ടുകൾ, പറഞ്ഞാൽ തീരാത്ത മദ്ഹ് ഗാനങ്ങളുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് റസൂലിനെ കുറിച്ചിട്ട് ഏത് നാട്ടുകാർക്കും ഏത് ഭാഷയിലുള്ള ആളുകൾക്കും പ്രകീർത്തനങ്ങൾ എഴുതാം. പക്ഷെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ മദ്ഹ് ഗാനം എന്ന് പറയുമ്പോൾ മലയാള സാഹിത്യത്തിലുള്ള പാട്ടുകളാണ് വേണ്ടത്. അപ്പോൾ അതിൽ തന്നെ റസൂലിൻ്റെ പോരിശകൾ, പ്രകീർത്തനങ്ങൾ പറയുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ് പ്രകീർത്തനങ്ങൾ എന്നുള്ളത് ഇപ്പോഴും പല ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഞാനൊരു 2 വരി പാടാം. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ, മക്കം കാണുവാൻ കഅബം ചുറ്റുവാൻ ഖില്ല പിടിച്ചൊന്ന് കേഴുവാൻ, മക്കം കാണുവാൻ. ഈ ഒരു പാട്ട് മക്കയെ കുറിച്ച്, മദീനയെ കുറിച്ചൊക്കെ പാടുന്നൊരു ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സോങ് ആണ് ഈ ഒരു പാട്ട്. അപ്പം ഇതൊരു മദ്ഹ്, അതിൽ മദ്ഹുൻ നബി ഗാനമല്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് മക്കയെക്കുറിച്ചും മദീനയെ കുറിച്ചിട്ടൊക്കെ. അപ്പം ഇതിൽ നമ്മുടെ പാട്ടുകളിൽ വരുന്ന വരികൾ എന്താണെന്നുള്ളത്, റസൂലിനെ കുറിച്ചിട്ടുള്ള പ്രകീർത്തനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മദ്ഹ് ഗാനങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്, കരുണത്തർ ഹബീബുല്ലാടുരത്ത് അന്തേ മലേക്ക് താൻ ഖാതിമുർ റസൂലാനെ നബി നീറെങ്കിൽ, ഇതിൽ റസൂലിന്റെ പേര് പറയുന്നുണ്ട്. ഇതൊരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ്. അതായത് മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ ഒരു മലപ്പുറം കിസ്സപ്പാട്ടിൽ ഒരു 4 വരിയാണ് ഞാനിപ്പോൾ ഈ കരുണത്തർ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ റസൂലിൻ്റെ പേര്, റസൂലിനെ കുറിച്ചിട്ട് മാപ്പിളപ്പാട്ടിലൊക്കെ ഒരുപാട് സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റസൂലിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും അത് മദ്ഹ് ഗാനാണ്, അല്ലെങ്കിൽ മദ്ഹുൻ നബി, മലയാളം മദ്ഹ് ഗാനത്തിൽ എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു പോരുത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം പല ആളുകൾക്കും ഇത് തെറ്റിദ്ധരിക്കപ്പെടും. കാരണം മദ്ഹ് ഗാനം എന്നുള്ളത്, മദ്ഹുൻ നബി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മലയാള ഗാനങ്ങളാണ്. അതിൽ അറബി വരികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരികൾ കൂടുതൽ കടന്നു വരാതെ മലയാളം മദ്ഹ് ഗാനം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മദ്ഹ് ഗാന മത്സരത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിപ്പോൾ സർഗലയം ആയിക്കോട്ടെ, സാഹിത്യോത്സവം ആയിക്കോട്ടെ, അതുപോലെ
സർഗമേള അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇസ്ലാമിക കലാമേളകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പിന്നെ ഈ മദ്ഹ് ഗാന മത്സരങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വിഷയം റസൂലിൻ്റെ പ്രകീർത്തനങ്ങൾ അതിൽ വരുന്നില്ലേ എന്നുള്ളത് പ്രത്യേകം ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാം എന്നാണ് പറയാനുള്ളത് ആദ്യം. പിന്നെ ഇസ്ലാമിക ഗാനങ്ങൾ പല ആളുകൾക്കും അങ്ങനെ സംശയമുണ്ട്. ഇസ്ലാമിക ഗാനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പല ഭാഗത്തും പല മാനുവലാണ്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് പൊതുവായിട്ടുള്ളൊരു കാര്യം പറയാം. നബിമാരെ കുറിച്ചിട്ടുള്ള ചരിത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്ന പാട്ടുകളൊക്കെ ഇസ്ലാമിക ഗാനങ്ങളാണ്. അതുപോലെ ഭക്തിഗാനങ്ങൾ എന്നൊരു കാറ്റഗറിയിൽ അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള, അപ്പം മുസ്ലിം ഭക്തിഗാനങ്ങൾ, ഹിന്ദു ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, ഓരോ മതക്കാർക്കും അവരവരുടേതായിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ഇസ്ലാമിക കലാമേളയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇസ്ലാമിക ഭക്തിഗാനാണ് അവിടെ ആലപിക്കേണ്ടത്. അപ്പോൾ ഭക്തിഗാനം എന്നുള്ളത് അള്ളാ അള്ളാ യാദൽ ജലാലി എന്ന് തുടങ്ങുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭക്തിഗാനങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, ഇതൊക്കെ ഭക്തിഗാനങ്ങളിൽ പെടുന്ന പാട്ടുകളാണ്. പാട്ടുകൾ ഞാൻ ഒരുപാട് പാടാത്തതെന്ന് ചില കോപ്പിറൈറ്റ് വിഷയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് പോകാന്നുള്ളത്, ഇതൊക്കെ അറിയുന്ന പാട്ടുകൾ തന്നെയാണല്ലോ. ഭക്തി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഭക്തി ഗാനങ്ങൾ എന്ന് പറയുന്നത്. വരികൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പാട്ടുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ മദ്ഹ് ഗാനങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റസൂലിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ എക്സാമ്പിൾ, മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാഹ്, വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെയോർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ഗാനം തന്നെയാണ് ഈ ഒരു സോങ്ങൊക്കെ. ഈ പാട്ടിന്റെ അവസാനത്തിൽ വരുന്നൊരു ഭാഗമുണ്ട്, മഹ്ശറ നാളിലന്ന് വിധി പറയും നേരം പാപികൾ നമ്മൾ ശഫാഅത്ത് തേടുമ്പോൾ. മഹ്ശറ നാളിലന്ന് വിധി പറയും നേരം പാപികൾ നമ്മൾ ശഫാഅത്ത് തേടുമ്പോൾ. അന്നേരം തിരുനബി സുജൂദിലായി വീഴും, പാപികൾ നമ്മൾക്കായി പരനോട് തേടും. മുത്ത് റസൂലുള്ളാഹ് സത്യ ഹബീബുള്ളാഹ്, അസ്സലാമു അലൈക യാ ഷഫീഅല്ലാഹ്. മദീന മുനവ്വറയിൽ ഉണ്ടോ. ഇതൊക്കെ നല്ല പ്രകീർത്തന ഗാനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാട്ടിൻ്റെ വരികൾ മനസ്സിലാക്കിയിട്ട് വായിച്ചു നോക്കിയിട്ട് റസൂലിനെ കുറിച്ചിട്ടുള്ള പ്രകീർത്തനങ്ങൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മദ്ഹ് ഗാനങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നബിദിനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഈ ഒരു വിഷയം പറയുന്നത്. ഒരുപാട് കലാ സാഹിത്യ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല നല്ല വിധികർത്താക്കളൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യും. അപ്പോൾ നല്ല പ്രകീർത്തന ഗാനങ്ങൾ തന്നെയാണ്, മദ്ഹ് ഗാനങ്ങൾ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പറഞ്ഞ് കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടെങ്കിലും ഇത് ഉപകരിക്കുന്ന ആളുകൾക്ക് ഉപകരിക്കട്ടെ. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.